കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 സ്കൂൾ തുറക്കുകയാണ്. +1 വിദ്യാർത്ഥികൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 തുറക്കും. +1 വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതലാണ് ക്ലാസ് ആരംഭിക്കുക. എല്ലാവർക്കും ഈ ഒരു അക്കാഡമിക് ഇയർ അവരുടെ അടിപൊളി അക്കാഡമിക് ഇയർ ആവട്ടെ, അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു കൊല്ലം പെർഫോം ചെയ്യാൻ പറ്റട്ടെ, അവർക്ക് അടിപൊളിയായിട്ട് ഈ കൊല്ലം പഠിക്കാനും സാധിക്കുന്നത് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇനി നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്ത ചില മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ തുടക്കം മുതലേ പല ആളുകളും പഠിച്ചില്ല. 8, 9, 10 +2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ 30% മിനിമം മാർക്ക് പബ്ലിക് എക്സാം അല്ലെങ്കിൽ അവരുടെ ആനുവൽ എക്സാമിന് നേടിയെടുക്കേണ്ടിയിരുന്നു. അതായത് 40 മാർക്കിന് വിഷയത്തിൽ 12 മാർക്കും 60 മാർക്കിന് വിഷയത്തിൽ 18 മാർക്കും 80 മാർക്കിന് വിഷയത്തിൽ 24 മാർക്കും അവർ നേടേണ്ടിയിരുന്നു. പക്ഷേ പല കുട്ടികൾക്കും ഇത് നേടാൻ പറ്റാതെ വന്നത് മൂലം അവരിൽ പല ആളുകളും റെമഡിയൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു, റീടെസ്റ്റ് ചെയ്തേണ്ടി വന്നു, എക്സാം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനിയും ഇക്കൊല്ലം നിങ്ങൾ ആ മിസ്റ്റേക്ക് വരുത്തരുത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ പല ആളുകളും കഴിഞ്ഞ വർഷം എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിച്ചു, എക്സാമിന് തലേന്ന് യൂട്യൂബിൽ വരുന്ന ലൈവുകൾ കണ്ട് മാത്രം പഠിച്ചു. അങ്ങനെയൊന്നും പഠിച്ചാലൊന്നും മക്കളെ പാസ്സാവാനോ മികച്ച മാർക്ക് നേടാനോ സാധിക്കില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആഴ്ചയിൽ 7 ദിവസം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 5 ഡേയ്സ് എങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലി 5 ഡേയ്സ് അറ്റ്ലീസ്റ്റ് ഒരു 3 hours പഠിക്കാനായിട്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിവിഷൻ നടത്തുകയും വേണം. പല കുട്ടികളും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ്, പഠിക്കുന്നുണ്ട് പക്ഷേ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പഠിച്ചത് ഓർമ്മയിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റിവിഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. മാത്സ് പോലെയുള്ള ഫിസിക്സ് പോലെയുള്ള വിഷയങ്ങളൊക്കെ പ്രോബ്ലംസ് പരമാവധി ചെയ്യണം. സോഷ്യലും ബയോളജിയും പോലെയുള്ള വിഷയങ്ങളൊക്കെ കോൺസെപ്റ്റും അതിലെ തിയറീസും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഹിന്ദി, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജൊക്കെ സമ്മറി സെറ്റാക്കി അതിൽ വരുന്ന ഡിസ്കോഴ്സസും ഗ്രാമറും ഒക്കെ സെറ്റാക്കി നന്നായിട്ട് പഠിക്കണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇക്കൊല്ലം ഫോളോ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതെല്ലാം തുടക്കം മുതലേ ചെയ്യാതെ എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് തുടക്കം മുതലേ പഠിക്കുക. ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടൂ, ഞാൻ പണിയെടുത്താലേ എനിക്ക് മാർക്ക് കിട്ടൂ, ഞാൻ എഫേർട്ട് ഇട്ടാലേ മാർക്ക് കിട്ടൂ എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിൽ തുടക്കം മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, പഠനത്തിനോട് റിവൈസ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഉറക്കവും നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ കൊല്ലം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമിക് ഇയർ ആവും, ക്ലാസ്സിലെ ടോപ്പർ ആവാനും സാധിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം, തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവണം, പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കണം, കോൺസെപ്റ്റും കോണ്ടന്റും മനസ്സിലാക്കി പരമാവധി പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഇങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാനും റെഡിയാണ്. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മെസ്സേജ് അയച്ചോ, ബാക്കി ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പണിയെടുത്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാക്കിയിട്ട് പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അയച്ചോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ്, എനിക്ക് എൻ്റെ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് ഏതാണ്, അത് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മെസ്സേജ് അയച്ചോ. nafi.edupod ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സിന് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.